ദൈവത്തിൻ്റെ പരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. പ്രിയ ദൈവമക്കളെ, നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് സന്തോഷവും ദുഃഖവും ഇടകലർന്നത് ആണ്. ഹല്ലേലൂയ. പലപ്പോഴും നമ്മൾ ആഗ്രഹിക്കും എൻ്റെ ജീവിതത്തിൽ സന്തോഷം മാത്രമായിരുന്നു എങ്കിൽ എന്ത് രസമായിരിക്കുമെന്ന്. ഹല്ലേലൂയ. ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മുടെ ജീവിതത്തിൽ സന്തോഷങ്ങൾ മാത്രമാണ് ഉള്ളൂ എങ്കിൽ ഒരു വ്യക്തികൾക്ക് പോലും നമ്മെ നിയന്ത്രിക്കാൻ കഴിയാത്തവണ്ണം നാം അഹങ്കാരം നിറഞ്ഞവർ ആയിത്തീരുന്നു. ഹല്ലേലൂയ. അഹങ്കാരം മൂലം ഹല്ലേലൂയ മറ്റുള്ളവരെ ബഹുമാനിക്കുവാനോ മറ്റുള്ളവരെ സങ്കടങ്ങൾ കാണുവാനോ ഹല്ലേലൂയ സ്ഥാനമാനങ്ങൾ കൊടുക്കുവാനോ ഒന്നും നാം തയ്യാറാകില്ല. അതുമൂലം നാം പോലും അറിയാതെ നാശം വിതയ്ക്കുന്ന ഹല്ലേലൂയ പിശാചിന്റെ കയ്യിലെ കളിപ്പാട്ടമായി തീരുന്നു. ഹല്ലേലൂയ. അഹങ്കാരം വരുന്നത് ഹല്ലേലൂയ ദൈവത്തിൽ നിന്ന് അല്ല, പിശാചിന്റെ വകയാണ്. പിശാചിന്റെ ഇഷ്ടമനുസരിച്ച് ജീവിക്കുന്നവൻ സ്വർഗരാജ്യത്തിൽ കടക്കുകയില്ല. അങ്ങനെ നാം നശിച്ചു പോകാതെ ഇരിക്കുന്നതിന് വേണ്ടിയാണ് ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിൽ ദൈവം സന്തോഷവും ദുഃഖവും നൽകിയിരിക്കുന്നത്. പ്രിയ ദൈവമക്കളെ, ഹല്ലേലൂയ പഴയ നിയമത്തിൽ നോക്കുമ്പോൾ ഹല്ലേലൂയ ദൈവത്തിൻ്റെ കൽപ്പനകളെ അനുസരിക്കുന്നവർക്ക് അനുഗ്രഹവും സമൃദ്ധിയും വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്. ഇതിനോടൊപ്പം നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യമാകുന്നു എന്ന് സങ്കീർത്തനം 34:19 നമ്മെ മനസ്സിലാക്കി തരുന്നു. ഹല്ലേലൂയ. ദൈവത്തെ ആരാധിക്കുന്ന ഹല്ലേലൂയ നാം എത്ര വലിയ പ്രശ്നങ്ങളും പ്രതിസന്ധികളും നമുക്ക് നേരെ വന്നാലും അവ എല്ലാറ്റിൽ നിന്നും യഹോവ നമ്മെ വിടുവിക്കുന്നു. പ്രിയ ദൈവമക്കളെ, നിങ്ങൾ ഏതെങ്കിലും വിഷയത്തിൽ പ്രയാസപ്പെട്ടിരിക്കുകയാണോ? സങ്കീർത്തനം 34:19 ഈ വചനം ചൊല്ലി നിങ്ങൾ പ്രാർത്ഥിപ്പിൻ. നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യമാണ് എങ്കിലും അവ എല്ലാറ്റിൽ നിന്നും വിടുവിച്ച് രക്ഷിക്കുന്ന യേശുനാഥ, അങ്ങ് എന്നെയും വിടുവിച്ച് രക്ഷിക്കണേ എന്നു ഹല്ലേലൂയ പ്രാർത്ഥിക്കുക. ദൈവം നിങ്ങളെ എല്ലാവരും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ, 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 ആമേൻ.